ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ? കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ? ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ? കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ? ഇനിയും കിളിമകൾ വന്നില്ലേ? ഞാനും പാടാം, കുയിലേ കൂടി വരാം. കുഹു കുഹു ഞാനും പാടാം, കുയിലേ കൂടി വരാം. കുറുമ്പു കാട്ടി പറന്നുവോ നീ? നിന്നോട് മിണ്ടില്ല. ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ? കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ? സധഗരി രി ഗരി രി ഗരി രി ഗരി രി രി ഗരി സധനി സാ പാദ നിദ പാ പാദ പാദ നിദ പാ പാദ നിദ പാ മാ 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 ഗരി ഗ മാ ദപ ദപ ഗ ഗ ഗ ഗ ഗ ദപ ഗരി രി ഗരി സനിദ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലൊന്നൊരുക്കി വച്ചില്ലേ? കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ? അച്ചു ചേച്ചി ക്യൂട്ടായിരുന്നു പെർഫോമൻസ്. സ്വരം റൗണ്ട് ടെൻഷൻ ഉണ്ടായോ നിനക്ക്? ചെറുതായിട്ട്. എങ്ങനെ പാടിയെന്ന് തോന്നി? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇനി ചോദിക്കാം. ഓക്കെ, ശരത് സർ. അച്ചു സാർ നന്നായിട്ട് പാടി. ഇല്ല സാർ, ഇല്ല സാർ. നീ എത്ര തവണ ഇങ്ങനെ വാക്ക് വന്നതാ? ഇത് വാക്കാ, ശരിക്കും വാക്കാ. നല്ല പാട്ടടാ, നല്ല സുഖമുള്ള ഒരു മെലഡി, നല്ല നല്ല ഉഗ്രം പാട്ടാണ് കേട്ടോ. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ആ കുഹു ഒരു ചെറിയ തോതിലൊന്ന് കുഹു ഒന്ന് ചളുങ്ങിയിട്ടുണ്ട്. പിന്നെ ഓലയും ഞാലി പോരും, അതൊന്ന് പാടാമോ?
കഷ്ടപ്പാട് ദുരിതവുക കേട്ടോ. അത് ശരിയാക്കണം അച്ചൂട്ടാ. വരാം. ഇതൊക്കെയാലും നല്ലൊരു റൗണ്ടാണിത്. കുറെ ഇഷ്ടമായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ചേച്ചി മോളെ ആ പാട്ട് നല്ല ക്യൂട്ടായിട്ട് പാടി. താങ്ക് യു മാം. പഴയതിനേക്കാൾ കൂടുതൽ ആ ഒരു റോ ആയിട്ടുള്ള ഒരു വോയിസ് ടെക്സ്ചർ ഉണ്ടായിരുന്നു. അതൊന്ന് മോള് പോളിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഭംഗിയുണ്ട് ഇപ്പോൾ. പിന്നെ ഈ ഹൈ പാടുമ്പോൾ ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഭയം മൊത്തമായിട്ട് മാറിയിട്ടില്ല. എന്നാൽ അത് മാറ്റിയെടുക്കണം. ഓക്കെ, അതല്ലാതെ വേറെ പ്രോബ്ലംസ് ഒന്നും എനിക്ക് തോന്നിയില്ല. മോളെ നല്ലൊരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. കുറച്ചുകൂടി ആ വോയിസിൻ്റെ സ്വീറ്റ്നെസ് വരുന്നുണ്ട്. ഫുള്ളായിട്ട് വന്നു എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോഴും ആ ഒരു ക്ലാസിക്കലിന്റെ ആ ഒരു സംഭവം ഒന്ന് ഇതിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിൽക്കാനുണ്ട്. അപ്പൊ അത് ശരിയായി വരട്ടെ. എന്തായാലും നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. എം ജി സർ. അച്ചൂസ്, സാർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു സാർ. നല്ല രസമുള്ളൊരു പാട്ട്. ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ, അല്ല അതിന്റെ മേലിലൊന്നുമില്ല. പക്ഷെ സ്വരം പാടിയപ്പോഴും മോളിപ്പം മോൾ ആ സ്വരത്തിന്റെ ആദ്യത്തെ ഫ്രേസ് ഒന്ന് പാടിക്കും. പാടിക്കോളൂ. ഇനി പാട്ട് പാടിക്കേ. കുഹു കുഹു ഞാനും പാടാം, കുയിലേ കൂടെ വരാം. ബ്യൂട്ടിഫുൾ. ഓലേഞ്ഞാലി അതൊന്ന് പാടിക്കേ. സ്വരം ആ കട്ടുണ്ടല്ലോ. ഇനി വരി പാടിക്കേ. അതാണ് പോരു. ആ അത് കുറച്ച് അതിന്റെ ഒരു അളവുണ്ട് അതിന്. ക്ലാസിക്കൽ അറിയാവുന്നുണ്ടെങ്കിൽ ലളിതഗാനം പാടാൻ കുറച്ചൊന്ന് ലൈറ്റർ വെർഷനിൽ കൊണ്ടുവന്നാൽ മതി കേട്ടോ. പാട്ട് നന്നായിരുന്നു. ഇവർ പറഞ്ഞ പോലൊക്കെ തന്നെ. പിന്നെ ഒരു ലാസ്റ്റിലുള്ള സ്വരത്തിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. നത്തിങ് മോർ ടു സേ. ബട്ട് ഓർക്കസ്ട്ര ആഹാ അളവിന് വായിച്ചു. അതാണ് ഒരു മിസ്റ്റേക്കും ഇല്ലാതെ കൃത്യമായിട്ട് കൃത്യം മോളും നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഷാനിക്ക. അശ്വതി അച്ചു സാർ. നല്ല രസമുണ്ടായിരുന്നു മോളെ. താങ്ക് യു സാർ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവരും പറഞ്ഞു. എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം വെച്ചാൽ വളരെ പ്ലസന്റ് ആയിട്ട് ചിരിച്ചോണ്ട് മോള് നിന്ന് പാടി എന്നുള്ളതാണ്. ഈ പാട്ടിന് അത് വേണം, എന്നാലേ ഇത് വർക്ക് ആവുള്ളൂ. മോള് നന്നായിട്ട് പാടി മോളെ. നല്ല രസമാണ്. ഭയങ്കര പ്ലസന്റ് ചിരിച്ചു പാടി. എനിക്ക് ആകെ ഞാൻ മോളുടെ സിംഗിൽ നോട്ട് ചെയ്തത് ആ കുഹു മാത്രമാണ് ചെറുതായിട്ട്. ബാക്കി അതർവൈസ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോണ്ടിരിക്കാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് മാഡം. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി. അച്ചുസേ മാം. 8.9. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. സെയിം 8.9. താങ്ക് യു സർ. താങ്ക് യു. എം ജി സർ. ഐ ഗിവ് യു 9. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. കൊടുക്കൂ സാർ. ഓക്കെ, സോ ടോട്ടൽ 26.8. താങ്ക് യു. ഓക്കേടാ.